7 ഡേ മിറക്കിൾ സെൽഫ് കോൺഫിഡൻസ് സീരീസിലെ ഡേ 4ലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സീരീസിലെ ഓരോ ദിനവും നിങ്ങളെ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തിലേക്കും ആത്മബോധത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ദിവസത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ സ്പർശിക്കാൻ പോകുന്നത്. വർത്തിനെസ് ആൻഡ് ഡിസർവിംഗ്നെസ്, അർഹതയും അർഹതയുള്ളതുമായ ബോധവും. നിങ്ങളോട് ഒരു ക്യാരറ്റ് ആയിട്ട് ചോദ്യം ചോദിക്കട്ടെ. താങ്കൾക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം സംഭവിച്ചാൽ, ഉദാഹരണത്തിന് ഒരു അവസരം, ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു പ്രശംസ ലഭിച്ചാൽ, താങ്കൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ മനസ്സിലെങ്കിലും, ഞാനിത് അർഹിക്കുന്നുണ്ടോ? ഭാഗ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ലഭിച്ചത്. അല്ലെങ്കിൽ മറ്റൊരാളെ കാണുമ്പോൾ തോന്നും, അവനല്ലേ അതിനർഹൻ. ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ലഭിക്കാൻ അർഹതയുണ്ടോ എന്നിങ്ങനെ ആലോചിക്കാറുണ്ടോ? എന്നാൽ ഈ ചിന്താഗതിയാണ് നമ്മെ ആത്മവിശ്വാസം ഇല്ലാത്തവർ ആക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഭൂമിയിൽ വന്നത് തന്നെയാണ് ഏറ്റവും വലിയ അർഹതയുടെ തെളിവ്. നിങ്ങളുടെ ശ്വാസം, സ്വപ്നങ്ങൾ, ഇഷ്ടങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് നൽകിയ അംഗീകാരത്തിന്റെ തെളിവാണ്. പക്ഷേ സമൂഹം, നമ്മുടെ അനുഭവങ്ങൾ, ബാല്യകാലത്തിലെ ചില പരാമർശങ്ങൾ, നിരാകരണങ്ങൾ, അപമാനങ്ങൾ ഇവയെല്ലാം ചേർന്ന് നമുക്ക് നമ്മിൽ തന്നെ സംശയം തോന്നുന്നു. ഇനി അതൊക്കെ നീക്കേണ്ട സമയമായി. ഈ ഒരു വാക്ക് മാത്രം മനസ്സിൽ കുറിച്ചിടൂ. ഐ ആം വർത്തി, ഞാൻ അർഹനാണ്. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോകാം. താങ്കൾ ഇപ്പോൾ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക. 3 പ്രാവശ്യം ഡീപ് ബ്രെത്ത് എടുക്കൂ. ഇനി ഞാൻ പറയുന്ന ഓരോ വാക്യവും അതുപോലെ തന്നെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് പറയുക. ഞാൻ ഈ ലോകത്തിന് എങ്ങനെയായാലും മൂല്യമുള്ളവനാണ്, അഥവാ ഞാൻ അർഹനാണ്. എനിക്ക് സ്നേഹിക്കപ്പെടുവാൻ അർഹതയുണ്ട്. എനിക്ക് സന്തോഷം അനുഭവിക്കാൻ മുഴുവൻ അർഹതയുമുണ്ട്. എനിക്ക് വിജയം നേടാൻ അർഹതയുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എനിക്ക് അർഹതയുണ്ട്. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുകയും അവ സ്വായത്തമാക്കാൻ ഞാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്യും. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ഈ നിമിഷത്തെ നിശബ്ദതയിൽ അലിഞ്ഞു ചേരൂ. ഇനി എക്സസൈസ് നമ്പർ 2, അവയർനെസ് ആൻഡ് ഹീലിംഗ്. പലപ്പോഴും ചെറുപ്പത്തിൽ കേട്ട വാക്കുകൾ, അതായത് നീ അതിനർഹനല്ല, അർഹയല്ല, ഇത് നിനക്ക് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ നിനക്ക് കഴിയില്ല, ഇവയെല്ലാം നമ്മെ പിറകിലേക്ക് വലിക്കുന്ന നമ്മുടെ മനസ്സിൽ വിതച്ച വിത്തുകളാണ്. പക്ഷേ ഇന്ന് മുതൽ നമുക്കവയെ മാറ്റാം. നമുക്ക് നമ്മളെ വിശ്വസിക്കാം. നമ്മുടെ ഉള്ളിലെ ശബ്ദം ഇങ്ങനെ പറയട്ടെ: എൻ്റെ എല്ലാ പോരായ്മകളോടും പിഴവുകളോടും കൂടി തന്നെ അവയ്ക്ക് മീതെ ഉയർന്ന് ആത്മവിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോകും. ഇത് 3 പ്രാവശ്യം ആത്മവിശ്വാസത്തോടെ പറയൂ. മാറ്റം നിങ്ങളെ തേടിയെത്തും. അടുത്തത് മിറർ ടെക്നിക്കാണ്. ഈ ശ്രമം വളരെ ലളിതമാണ്, പക്ഷേ പവർഫുൾ കൂടിയാണ്. നിങ്ങളൊരു കണ്ണാടി എടുക്കുക, അല്ലെങ്കിൽ ഫോണിലെ ക്യാമറ ഓൺ ആക്കൂ. പക്ഷേ അതിൽ മറ്റൊരാളെയല്ല, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കാണേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഈ വാക്കുകൾ ചൊല്ലണം: ഞാൻ അർഹനാണ്, ഞാൻ മനോഹരനാണ്, അല്ലെങ്കിൽ മനോഹരിയാണ്, എനിക്ക് വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കും. ഇത് 3 തവണ ആവർത്തിക്കുക. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന്
നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ ഒരു ദിവസത്തിൽ ശരാശരിയുള്ള 60,000 ചിന്തകൾക്കിടയിൽ 80% നെഗറ്റീവായിരിക്കും. പക്ഷേ അതിൽ ഒരു പോസിറ്റീവ് അഫർമേഷൻ മതി നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ. നമ്മുടെ ആത്മബോധത്തിന് ഒരു വോം ഹഗ് കൊടുക്കുന്നതിന് തുല്യമാണ് കണ്ണാടിയിൽ നോക്കി ഞാൻ അർഹനാണ് എന്ന് പറയുന്നത്. പോസിറ്റീവ് അഫർമേഷൻ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാതകൾ ഉണ്ടാക്കും. അതായത് അവ ലിറ്ററലി ബ്രെയിൻ റീവയറിംഗ് തന്നെയാണ്. പഠനങ്ങൾ പറയുന്നത് മിറർ അഫർമേഷൻ 7 ഇരട്ടി ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ്. നമ്മെ കണ്ട് നാം പറയുന്നത് ബ്രെയിൻ അതുപോലെ വിശ്വസിക്കുന്നു. ഞാൻ അർഹനാണ് എന്നത് 21 ദിവസം തുടർച്ചയായി പറഞ്ഞാൽ അത് നമ്മുടെ ശീലമാകും. ശീലത്തിൽ നിന്ന് അത് സത്യമായി മാറുകയും ചെയ്യും. നിങ്ങൾ ജീവിതത്തിൽ എത്ര തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും, എത്ര തവണ ജീവിതത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മൂല്യം ഒട്ടും തന്നെ കുറയുന്നില്ല. നിങ്ങൾ മറ്റൊരാളെയോ ലോകത്തിന്റെ മാനദണ്ഡങ്ങളെയോ അനുഗമിക്കേണ്ട. നിങ്ങൾ നിങ്ങളാകുന്നതിൽ തന്നെ അപാരമായ ശക്തിയുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരിളക്കവുമില്ലാത്ത പ്രകാശമുണ്ട്. അത് പ്രകാശിപ്പിക്കാൻ ഇനി മറ്റൊരാളുടെ അനുവാദത്തിനായി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്നു മുതൽ മനസ്സിൽ ആഴത്തിൽ പതിയേണ്ടത് ഒരു വാക്യം മാത്രം: ഞാൻ അർഹനാണ്. ഈ ആഴത്തിലുള്ള വിശ്വാസം വാക്കുകളിലേക്കും തീരുമാനങ്ങളിലേക്കും നിങ്ങളുടെ യാത്രയിലേക്കും നിറയട്ടെ. ഇന്നു മുതൽ ജീവിതത്തിലേക്ക് മുന്നേറേണ്ടത് നീ അർഹനാണ് എന്ന മൂല്യം അറിഞ്ഞുകൊണ്ടാകണം. നമുക്ക് വീണ്ടും കാണാം ഡേ 5-ൽ ഞാൻ ആരാണ് എന്ന ചിന്തയെ പുതിയ കാഴ്ചപ്പാടോടെ കാണേണ്ടത് എങ്ങനെ എന്ന്. സ്നേഹത്തോടെ 7 Day Miracles. Accept the miracle right now.